നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. വിശ്വാസികളുടെ ഐക്യതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 9 മുതൽ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലോകത്തിനു വേണ്ടിയല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി ആണ് ഞാൻ അപേക്ഷിക്കുന്നത്. എൻ്റേതെല്ലാം നിൻ്റേതും നിൻ്റേതെല്ലാം എൻ്റേതുമാകുന്നു. ഞാൻ അവരിൽ മഹത്വപ്പെട്ടുമിരിക്കുന്നു. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്ന ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരൊന്നാകണം എന്നാണ്. അവരൈക്യതയിൽ തികഞ്ഞവരാകണം. എങ്ങനെ? പിതാവും പുത്രനും എങ്ങനെ ഐക്യതയിൽ തികഞ്ഞവരായിരിക്കുന്നുവോ അതുപോലെ അവരും ഐക്യതപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് ആളുകളെ രക്ഷിച്ചിട്ടുള്ളത് അവരെ നരകത്തിൽ നിന്ന് വിടുവിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമല്ല. പല ആളുകളും വിചാരിക്കുന്നത് യേശു കുരിശിൽ മരിച്ചത് നമ്മളെ നരകത്തിൽ നിന്ന് വിടുവിക്കാനാണ്, സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് എന്നാണ്. യേശുവിനെ രക്ഷകനായി വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ അതൊന്ന് ഏറ്റുപറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് പോയി ഒന്ന് കൈപൊക്കി കാണിച്ചാൽ തീർച്ചയായിട്ടും സ്വർഗം ഉറപ്പാണ് എന്നാണ് ചിലർ പഠിപ്പിക്കുന്നത്, ചിലർ വിശ്വസിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു പിതാവ് അയച്ച പുത്രനായ ദൈവമാണ് എങ്കിൽ, ആ പുത്രനാണ് നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി നമ്മുടെ നരകമേറ്റ് കുരിശിൽ മരിച്ചത് എങ്കിൽ, ആ പുത്രനെ തീർച്ചയായിട്ടും അനുസരിക്കണം. ആ പുത്രൻ കൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ: 1, സ്നാനപ്പെടുകയും 2, തിരുവത്താഴത്തിൽ പങ്കെടുക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ദൈവമക്കളുമായി കൂട്ടായ്മ ആചരിക്കുക എന്നുള്ളതാണ്. ഈ സ്നാനമെന്ന് പറയുന്നത് ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. ശകലം വെള്ളം കോരി തലയിൽ ഒഴിച്ച ഒരാൾക്ക് ഒറ്റയ്ക്ക് സ്നാനപ്പെടാൻ സാധിക്കുകയില്ല. യേശു യോഹന്നാൻ സ്നാപകൻ്റെ കൈക്കീഴെയാണല്ലോ സ്നാനത്തിന് മാതൃക കാണിച്ചത്. അല്ലാതെ യേശു പാർത്ത വീട്ടിൽ ശകലം വെള്ളം കോരി തലയിൽ ഒഴിക്കുകയായിരുന്നില്ലല്ലോ. മറ്റൊരാൾ ചെയ്യണം. അതാണ് യേശു മാതൃക കാണിച്ചത്. പിന്നെ ഇന്ന് ആളുകൾ സ്നാനത്തിനായിട്ട് വിശ്വാസം ഏറ്റു പറയേണ്ടത് എവിടെയാണ്? അത് സഭയോടാണ്. തീർച്ചയായിട്ടും സഭയിൽ വരണം. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ വായിക്കുന്ന അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനോ അകത്തു വന്നാൽ എല്ലാവരും പ്രവചിക്കുന്ന വർഷം പലരുടെയും വാക്കിനാൽ അവന് പാപബോധമുണ്ടായി ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഏറ്റുപറഞ്ഞ് ചേർന്ന് വരുവാൻ ഇടയാകുമെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും സുവിശേഷം ഏതെങ്കിലുമൊക്കെ മാധ്യമത്തിലൂടെ കേട്ട് ബോധ്യം വന്നയാൾ സഭയിൽ വന്നാണ്, ആരാധന സ്ഥലത്ത് വന്നാണ് എനിക്ക് സ്നാനപ്പെടണം എന്ന് പറയേണ്ടത്. ആ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ സ്നാനപ്പെടുത്തേണ്ട ആവശ്യം, ബാധ്യത സഭയ്ക്കില്ല. കാരണം കൊർന്നല്യോസിനെയും കുടുംബത്തെയും പത്രോസ് സ്നാനപ്പെടുത്തിയത് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പത്രോസിനോട് കൂടെ വന്ന ആളുകൾ ചോദിക്കുന്നത്, നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച് ഇവരെ സ്നാനം കഴിപ്പിച്ച് കൂടാതെ വണ്ണം വെള്ളം വലക്കാൻ ആർക്ക് കഴിയുമെന്നാണ്. അപ്പോൾ ഏത് കാലത്തും സ്നാനപ്പെടുത്തുവാൻ സഭയ്ക്ക് മാനദണ്ഡം, സഭ സ്വീകരിക്കേണ്ട മാനദണ്ഡം പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതായത് നമ്മുടെ വിശ്വാസത്തെ ദൈവം അംഗീകരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിലേക്ക് അയക്കുന്നത്. അല്ലാതെ ഏറ്റുപറച്ചിലല്ല. വിശ്വാസത്തെ, നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് തരികയാണ്. പരിശുദ്ധാത്മാവ് കിട്ടിയോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? വരത്താലല്ല. വരം എല്ലാവർക്കും ഇല്ലല്ലോ. എല്ലാവർക്കും ഉള്ളത് ഫലമാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, വിശ്വസ്തത, സൗമ്യത, പരോപകാരം എന്നിവ തിങ്ങി നിറഞ്ഞതാണ് ആത്മാവിൻ്റെ ഫലം. അതിൽ 6 കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. സ്നേഹം, അത് മറ്റുള്ളവരെ സ്നേഹിക്കണം.
വിശ്വസ്തത മറ്റുള്ളവരോട് കാണിക്കണം, സൗമ്യത മറ്റുള്ളവരോട് കാണിക്കണം, ദയ മറ്റുള്ളവരോട് കാണിക്കണം, പരോപകാരം മറ്റുള്ളവരോട് കാണിക്കണം. ഇന്ദ്രിയജയവും മറ്റുള്ളവരോട് ഉള്ള ബന്ധത്തിൽ ഉള്ളതാണ്. പിന്നെ സന്തോഷവും സമാധാനവും ഒക്കെയാണ് നമുക്ക് സ്വയമായിട്ട് ഉള്ളത്, നമുക്കുള്ളത്. ബാക്കിയെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ആയതുകൊണ്ട് അത് പ്രകടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് രക്ഷിക്കപ്പെട്ട ആളാണ് എന്ന് സഭയ്ക്ക് അതുകൊണ്ട് ബോധ്യമാകാനിടയായിത്തീരും. പിന്നെ അപ്പോൾ സ്നാനപ്പെടാനൊരു സഭ വേണം. തിരുവത്താഴത്തിൽ പങ്കെടുക്കാൻ നമുക്ക് ഒരപ്പം കഷണമോ അല്ലെങ്കിൽ ഒരു അല്പം വീഞ്ഞോ ഒറ്റയ്ക്ക് കഴിച്ച് നമുക്ക് തിരുവത്താഴം ആചരിക്കാൻ സാധിക്കുകയില്ല. അതൊരു സഭയോട് ബന്ധപ്പെടുകയും ആ സഭയുമായിട്ടുള്ള സജീവ ബന്ധം, ആരോടും ഒരു പണക്കഭാവമില്ലാതെ ഞങ്ങളൊരു ആട്ടിൻകൂട്ടമാണ്, ഒരു ശരീരമാണ് എന്നുള്ള ആ നല്ല ബോധ്യത്തോടു കൂടെ വേണം തിരുവത്താഴത്തിൽ പങ്കെടുക്കുവാൻ. പിന്നെ കൂട്ടായ്മ ആചരിക്കുക എന്ന് പറയുന്നത് സുവിശേഷ ഘോഷണത്തിലുള്ള കൂട്ടായ്മ, കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ, സാമ്പത്തികപരമായ കൂട്ടായ്മ, ഇതെല്ലാം ഉണ്ടായിരിക്കണം. ഇതാണ് യേശുവിൻ്റെ പ്രാർത്ഥനയിലുള്ളത്. അവർ നമ്മെപ്പോലെ ഒന്നായിത്തീരണം. അവർ ഒരു സഭ എന്നുള്ള നിലയിൽ, ഇടവക എന്നുള്ള നിലയിൽ അവർ കൂട്ടം കൂടി ഒന്നായിരിക്കണം. അതിനുവേണ്ടിയാണ് യേശു പ്രാർത്ഥിച്ചത്. പ്രിയപ്പെട്ടവരെ, യേശു പ്രാർത്ഥനയിൽ പറഞ്ഞതും യേശുവിൻ്റെ അപ്പോസ്തലന്മാർ ആചരിച്ചതും ലേഖനങ്ങളിൽ രേഖയുള്ളതുമായ ഈ സഭാ കൂട്ടായ്മ അതിനെ ഗൗരവമായിട്ടെടുക്കുവാൻ, വിശ്വാസികളുമായി തമ്മിലുള്ള ഐക്യത അത് ഗണ്യമായി പരിഗണിക്കുവാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.